പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വ്യാഴം, അടുത്ത വ്യാഴം നോക്കിയേ പെസഹവ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ. അപ്പോൾ നോക്കി ഈ ഒരു ലാസ്റ്റ് ലാപ്പിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ശക്തമായ നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, അതിശക്തമായ വിധത്തിൽ നമുക്ക് അടുത്ത വർഷം ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് ആത്മാവിൽ ആഘോഷിക്കാൻ പറ്റുകയില്ലെന്ന രീതിയിൽ വേണം. എനിക്ക് ശരിക്കും സ്വർഗം ഈ ഒരു വലിയൊരു ആഘോഷത്തിൽ ഏറ്റവും വലിയ ഉയർപ്പ് തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. ഏറ്റവും നല്ലൊരു അവസരമായിട്ട് കണ്ട് ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വേണം ഈ ഒരു ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇനി ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് സഹോദരങ്ങളെ? ജെറമിയ 1:5 ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. എന്നിട്ട് പറയാണ്, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. നോക്കൂ, അഫർമേറ്റീവാണ്. ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പം നമ്മൾ പറയണത്, എന്നെ ആരും അറിയുന്നില്ലല്ലോ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ മോശമാണ്, ഞാൻ പൊട്ടയാണ്, ഞാൻ കേടായി, ക്ലോക്ക് കേടായി, ഞാൻ കേടായി. പിന്നെ നമുക്ക് അതായത് ഒരു ദൈവം ഒരു ദൗത്യം നമ്മെ നിയോഗിച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം, അതൊക്കെ നമ്മളിൽ നിന്ന് പിശാച് എടുത്തു മാറ്റിയില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ശരിക്കും ഈ വചനം നമ്മൾ ആവർത്തിച്ച് പഠിക്കണം. ഞങ്ങളുടെ ഹൊറക് മിനിസ്ട്രിയിലെ ജോമോനാണ് ഓരോ ദിവസം ഓരോ വചനങ്ങൾ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ചിടും. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുള്ളൊരു വചനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണെങ്കിലും ശരിക്കും അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നമ്മളൊരു വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് ഈ 3 കാര്യങ്ങളാണ്: നിന്നെ അറിഞ്ഞ, നിന്നെ വിശുദ്ധീകരിച്ച, നിന്നെ പ്രത്യേക ദൗത്യത്തിനായി നിയോഗിച്ച നിൻ്റെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന ആ ഒരു ഭയങ്കരമായൊരു ഉൾക്കാഴ്ച. ഈ വചനമൊക്കെ എനിക്ക് അറിയാവുന്നതാണെങ്കിലും ഓരോ തവണ ദൈവവചനം ആയതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം ആയതുകൊണ്ട് ഓരോ തവണ ഓരോ ഇൻ്റർപ്രിട്ടേഷൻ, നമുക്ക് ഓരോ വ്യാഖ്യാനങ്ങൾ സ്വർഗം നമുക്ക് നൽകും. ഈശോയെ, ഞങ്ങൾക്ക് ഈ വചനം ഞങ്ങളോട് ഈ വചനം പഠിക്കണം കേട്ടോ. ഈ വചനം എനിക്ക് എഴുതി പഠിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് സമൃദ്ധമായിട്ട്, നിങ്ങൾക്കല്ല അച്ഛനും നിങ്ങൾക്കൊക്കെ ലഭിക്കട്ടെ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.